നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ അർജന്റീനയെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് പരാജയപ്പെടുത്തുമ്പോൾ ഫ്രാൻസിന്റെ വിജയ ഗോൾ നേടിയത് ജീൻ ഫിലിപ്പെ മാറ്ററ്റെ ആയിരുന്നല്ലോ. അദ്ദേഹത്തിനെതിരെ കടുത്ത വംശീയ അധിക്ഷേപമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജന്റീന ആരാധകര് വലിയ രൂപത്തിൽ അദ്ദേഹത്തെ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന കാഴ്ച. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഏറ്റവും പുതുതായിട്ട് അദ്ദേഹം ഇട്ട പോസ്റ്റിന് താഴെ നിരവധി അർജന്റീന ആരാധകർ വംശീയമായിട്ടുള്ള അധിക്ഷേപവുമായിട്ട് വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കളറിൻ്റെ പേരിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള തരത്തിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നു. കൂടാതെ ചില നൃത്തരംഗങ്ങൾ, അതുപോലെ കുരങ്ങന്മാർ ഡാൻസ് ചെയ്യുന്ന തരത്തിലുള്ള രംഗങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ, 10,000-കണക്കിന് കമൻറ്റുകൾ വംശീയമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് എങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അർജന്റീന ആരാധകർ. തീർച്ചയായിട്ടും വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണത്. ഇതിപ്പോൾ നമുക്കറിയാം, ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള വൈരം കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം സംഭവിച്ചതാണ്. ഇവൺ അവരുടെ താരങ്ങൾ പോലും ഈ കോപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷം വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചാൻഡ് പാടി ഫ്രഞ്ച് താരങ്ങൾക്കെതിരെ. അതിനെ ചുറ്റിപ്പറ്റി പിന്നെ വലിയ രൂപത്തിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായി. എൻസോ ഫെർണാണ്ടസിനെ പോലെയുള്ളവർ അതിൽ മാപ്പ് പറഞ്ഞ് പ്രശ്നം തീർത്തതാണ്. പക്ഷേ ഈ ആരാധകര് അർജന്റീനയുടെ കളി ഇഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണ് ഈ അവരുടെ വംശീയ അധിക്ഷേപം പോലുള്ള ഇത്തരം കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ദുഃഖകരമായിട്ടുള്ളതാണ്. നമ്മുടെ കമന്റ് ബോക്സിലും കാണാം. ഇപ്പൊ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാൻ കഴിയുമെന്നുള്ളതാണ് നിരാശയുണ്ടാക്കുന്ന കാര്യം. ഇവിടെയുള്ള ആരാധകരും അത് സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച വളരെ റെയറായിട്ടാണെങ്കിലും നമ്മുടെ പല വീഡിയോകളിലും കാണാറുണ്ട്. അപ്പം ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ജീൻ ഫിലിപ്പെ മാറ്ററ്റെ അർജന്റീനയെ തോൽപ്പിച്ച് ഗോളടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വംശീയമായിട്ട് അധിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ഇതിനെതിരെയൊക്കെ നടപടി വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ സ്പെയിനിൽ വിനി ജൂനിയർക്കെതിരെ കളിക്കളങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വംശീയ അധിക്ഷേപങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനെതിരെയുള്ള നിയമ പോരാട്ടത്തിലേക്ക് വിനിയും റയൽ മാഡ്രിഡും ഒക്കെ കടന്നു എന്നും ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമ്മൾ കേട്ടത് അത്തരത്തിലുള്ള വംശീയ അധിക്ഷേപകർക്കെതിരെ കോടതി നടപടിയെടുത്തതും തടവ് ശിക്ഷ വിധിച്ചതും ഫൈന് വിധിച്ചതും ഒക്കെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോവാതെ, അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോവാതെ ഇതൊന്നും അവസാനിക്കുമെന്ന് നമുക്ക് കരുതാനും വയ്യ. പക്ഷേ ഇപ്പോൾ ഒരു ടീമിനെ തോൽപ്പിച്ച് ഗോളടിച്ചു, ആ വിജയം ഫ്രാൻസ് ആഘോഷിച്ചു. അതിൻ്റെ പേരിൽ കടുത്ത വംശീയ അധിക്ഷേപം ഈ താരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.